വളരെ പവർഫുള്ളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, പിന്നെ അതിൻ്റെ പേരെന്തല്ല, ചെങ്ങലയല്ല. അതെന്തിനാണോ ഉണ്ടാക്കിയത് ആ ഉപകാരം നടക്കാതെ പോകും. ഇതേപോലെയാണ് ഫാമിലി. ഒരാൾ മതി, ഏത് കൂട്ടായ്മയാകട്ടെ ഒരാൾ മതി. അതിൻ്റെ ബലം നഷ്ടപ്പെടുത്താൻ ഒരൊറ്റ ഒരാൾ വിചാരിച്ചാൽ മതി. ശരിക്കും ഫാമിലിയിൽ എന്താണെന്നറിയോ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നറിയോ, എത്ര പരസ്പരം മാപ്പ് കൊടുക്കുന്നുണ്ടോ അത്രയും ഫാമിലി രസമായിരിക്കും. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അതാണ്, എത്ര മാപ്പ് കൊടുക്കുന്നുണ്ടോ അത്രയും രസമായിരിക്കും. എത്ര മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ലയോ അത്രയും അതിൻ്റെ പ്രശ്നങ്ങൾ വരും. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഇതൊക്കെ ഈ മാപ്പ് കൊടുക്കലായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മാപ്പ് കൊടുത്താൽ പിന്നെ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ലല്ലോ, മാപ്പ് കൊടുത്താൽ പിന്നെ വഴക്ക് കൂടേണ്ട കാര്യമില്ലല്ലോ, മാപ്പ് കൊടുത്താൽ പിന്നെ പിണങ്ങേണ്ട കാര്യമില്ലല്ലോ, മാപ്പ് കൊടുത്താൽ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും മാപ്പ് കൊടുക്കല എല്ലാ ബന്ധങ്ങളുടെയും ആർട്ട് എന്ന് പറയുന്നത്. മാപ്പ് കൊടുക്കുക. രണ്ട് ചങ്ങാതിമാർ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ? നമ്മളെവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരിങ്ങനെ യാത്ര പോകുമ്പോൾ രണ്ടാളും സന്തോഷമായിട്ട് പോകുമ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. ഒരാൾ മറ്റേയാളെ അടിച്ചു, അടി കിട്ടിയപ്പോൾ ഇയാൾ തിരിച്ചടിച്ചില്ല. പിന്നെന്താ ചെയ്തത്? താഴെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു, എന്ത്? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. പിന്നെയും യാത്ര തുടരുകയാണ്. അവരൊരു പുഴയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാൾ കാല് തെന്നി വീണ് ഒഴുകിപ്പോകുമ്പോൾ നേരത്തെ അടിച്ച ആളില്ലേ, അയാളിപ്പോൾ ഓടി വന്ന് പുഴയിലേക്ക് ചാടിയിട്ട് ഈ വീണ് കിടക്കുന്ന ആളെ രക്ഷിച്ച് പുഴയിലേക്ക് കൊണ്ടുവന്നു, കരയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഇയാൾ എന്താ ചെയ്തതെന്നറിയോ? അയാളുടെ കയ്യിലുള്ള കത്തി കൊണ്ട് ആ പാറയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചു, എന്ത്? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ വീഴാതെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് കാത്തു. അപ്പോൾ ഈ ചങ്ങാതി ചോദിച്ചു, നേരത്തെ ഞാൻ നിന്നെ അടിച്ച സമയത്ത് നീ മണലിലാണല്ലോ എഴുതിയത്, ഇപ്പോൾ പാറയിലാണല്ലോ കൊത്തിവെച്ചത്, അതെന്താ അങ്ങനെ? അപ്പോൾ ഇയാൾ പറഞ്ഞു, അതങ്ങനെയാടാ, വെറുപ്പിൻ്റെ കഥകളൊക്കെ മണലിൽ എഴുതിയാൽ മതി, ഒരു കാറ്റു വന്ന് അതിനെ മറിച്ചു കളയട്ടെ. പക്ഷെ സ്നേഹത്തിൻ്റെ കഥകൾ അങ്ങനെയല്ലടാ, അത് പാറയിൽ കൊത്തിവെക്കണം, കാലാകാലവും ഓർമ്മിക്കണം. നമ്മളെ സ്നേഹിച്ച മനുഷ്യരെ, പ്രതിസന്ധികളിൽ കാത്ത മനുഷ്യരെ, ഒറ്റക്കായ നിമിഷങ്ങളിൽ വന്ന് തോളിൽ പിടിച്ച മനുഷ്യരെ ഒരു കാലത്തും മറക്കാൻ പാടില്ല. അവരെ മറന്നിട്ടൊരു പരിപാടിയില്ല, അത് പാറയിൽ കൊത്തിവെക്കണം. മറ്റതൊക്കെ മാപ്പ്. ജീവിത വിജയത്തിനൊരൊറ്റ സൂത്രവാക്യമേ ഉള്ളൂ, പ്രയോറിറ്റി. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, എത്ര തിരക്കിലും മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ട്. തിരക്കുകളൊക്കെ തീരും, എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും. ആഘോഷങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം, ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. ആ പിറ്റേന്ന് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് പറയുക. എന്താണ് വിമർശനമാണെങ്കിൽ പോലും വിവാദങ്ങൾ വേണ്ട, നമ്മുടെ ഭംഗിയുള്ളൊരു സദസ്സല്ലേ. ഈ സ്റ്റാറ്റസ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അതിലെന്തെങ്കിലും സാറിന് നേരിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടിയതുണ്ട് സ്പെഷ്യലായി? ഈ കേട്ട ആൾക്കാരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ടച്ചിങ് ആയിട്ടുള്ള? ഉണ്ടാവാറുണ്ട്. കൂടുതലാളും പറയുക അങ്ങനെ സങ്കടം വരുമ്പോൾ കേൾക്കാറുണ്ട് എന്നാണ് പറയുക. അതാ പറയുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത് സന്തോഷം വരുമ്പോൾ കേൾക്കാത്തത്, സന്തോഷം വരുമ്പോൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അതിനെനിക്ക് ഉത്തരം കിട്ടി. കാരണം സന്തോഷം വരുമ്പോൾ നമുക്ക് വേറൊന്നും ആവശ്യമില്ല, ജീവിതമുണ്ട്. സങ്കടം വരുമ്പോഴാണ് പുറത്തുനിന്നുള്ള സഹായങ്ങളൊക്കെ ആവശ്യമുള്ളത്, പിടിച്ചു നിൽക്കാൻ. അതുകൊണ്ടാണ് കൂടുതലാളും പറയാതാണ് സങ്കടം വരുമ്പോൾ കേൾക്കുന്നവർ. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കതാണ്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ പഠിച്ചവനെ സ്തുതിക്കും. എന്നിട്ട് മനസ്സിലപ്പോൾ വരാറുള്ളൊരു ചിന്ത ഇതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ. ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ആയിട്ട്
ജീവിതം കുറച്ചെങ്കിലും മാറുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം വരും, ജീവിക്കുന്നതിനൊരർത്ഥമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നും വരും. ഈ സദസ്സിലുള്ള ഒരു സഹോദരൻ താങ്കളോട് ചോദിക്കാം, താങ്കളുടെ ഒരു ദിവസത്തെ ദിനചര്യ താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് ഒരു പ്രചോദനമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഒന്നാമത് ഈ പേഴ്സണലായ കാര്യങ്ങൾ പറയാന്നുള്ള തന്നെ ഒരു മടിയുള്ളൊരു കാര്യമാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, പിന്നെ ശ്രദ്ധിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുകയോ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയോ ഒക്കെ അല്ലാത്ത സമയം മുഴുവനും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അത് വായിക്കലാവട്ടെ, കേൾക്കലാവട്ടെ, എങ്ങനെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്. പിന്നെ ഈ നമുക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യത്തിലേക്കും പോവില്ല. നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യം തരാത്ത ഒരു സംഭവത്തിലേക്കും നമ്മുടെ സമയം കൊടുക്കില്ല. ഒരു കമൻസും വായിക്കാൻ പോകില്ല, എവിടെയുള്ള കമൻസും വായിക്കാൻ പോകില്ല. കാരണം അതിനകത്ത് നമ്മുടെ സമയനഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. കമൻസ് മീൻസ് നമ്മുടെ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റിനെ കുറിച്ചല്ല പറയും. നടക്കും. ഒരാളോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നണമെങ്കിൽ അയാൾ ഒന്നുകൂടെ സൂക്ഷ്മമായി അയാൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുടെ സമയം, അയാളുടെ ആരോഗ്യം, അയാളുടെ സൗന്ദര്യം, എല്ലാ കാര്യങ്ങളും അയാൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒരാൾ ഒന്നുകൂടെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരിക? റെസ്പെക്റ്റ് വരും. പറഞ്ഞു മനസ്സിലായി? ഇതിന് വലിയ സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനായിട്ട് ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇതിനകത്തുള്ളൊരു വലിയൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. റെസ്പെക്ട് എന്നുള്ള വാക്കുണ്ടായത് ഏത് വാക്കെന്താണ്? റെസ്പെക്ച്വസ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യത്തെ വെറുതെ നോക്കലല്ല, ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് അയാളോട് ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്, അതാണ് റെസ്പെക്ട്. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഭിക്ഷ യാചിച്ചു വന്ന ഒരാൾ, ഒറ്റ നോട്ടത്തിൽ അയാൾ ആരാണ്? ഒരു ഭിക്ഷ യാചിച്ചു വന്ന ആള്. പക്ഷെ ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അങ്ങനെ ആകേണ്ടി വന്ന ആളൊന്നുമല്ല, അങ്ങനെ ആകേണ്ട ആളൊന്നുമല്ലായിരുന്നു. അയാൾ നമ്മളെക്കാൾ വലിയ പദവികളിലേക്കൊക്കെ എത്തേണ്ട ആളായിരുന്നു. പക്ഷെ ജീവിതം അയാളോട് കൊണ്ടെത്തിച്ചു. അയാളെ ഒന്നുകൂടെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും? റെസ്പെക്ട്. ഇതാണ് രണ്ടാളുകൾ ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് ഇതിനെന്തൊരു പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം. റെസ്പെക്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലക്കത് കർറമിനാ ബനീ ആദം. മനുഷ്യന്മാരെ മുഴുവനും പഠിച്ചവൻ റെസ്പെക്ട് ചെയ്യുന്നു, സ്നേഹിക്കുന്നു എന്നല്ല, അതിൻ്റെയൊക്കെ മൂടിലാണ് എന്ത്? റെസ്പെക്ട്. പഠിച്ചോനില്ല എന്ന് പറയുന്നവരെ പോലും പഠിച്ചോൻ റെസ്പെക്ട് ചെയ്യും. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരില്ലേ, അതാരാവട്ടെ, നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളാവട്ടെ, ഒരു ചെറിയ കുട്ടിയാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, ആരാവട്ടെ, ഇതാരാണ്? പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ ആളാണ്. ഇതൊരു വാക്ക. അതുകൊണ്ടല്ലേ കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ മനുഷ്യന്മാരിൽ നിന്ന് ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് മിൻ അംഫുസിക്കും. പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ ആളെ നമ്മളെത്ര റെസ്പെക്ട് ചെയ്യണം? രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അവിടെ ആ ജീവിതത്തിന്റെ രസദൃഷ്ടം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിവാഹവും കുടുംബജീവിതവും ഒക്കെ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഒരു ഉത്തരവാദിത്വം പറഞ്ഞില്ല. മക്കളെ നോക്കേണ്ടത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വം അല്ല, കൂട്ടുത്തരവാദിത്വം. കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അതാണ്, കൂട്ടുത്തരവാദിത്വം. ഒരാളുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യില്ല. അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ റെസ്പെക്ട് ചെയ്യില്ല. ഒരാളുടെ സങ്കടങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല. ഒരാളുടെ മൗനത്തെ റെസ്പെക്ട് ചെയ്യില്ല. അതൊക്കെ ഉണ്ടായില്ല.
ഈ പുരുഷന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? സങ്കടം വന്നാൽ ആരോടും പറയൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സങ്കടം വന്നാലേ മിണ്ടൂല. രാവിലെ പോയ ആളെല്ലാം രാത്രി തിരിച്ചു വരുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര സങ്കടം, ദേഷ്യപ്പെടുന്നു. സങ്കടം മുഴുവൻ എന്തായിട്ടാണ് പുറത്തു വരിക? ദേഷ്യമായിട്ടാണ് പുറത്തു വരിക. അപ്പൊ നിങ്ങൾ ചോദിക്കണം, എന്താ രാവിലെ പോയതുപോലല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എന്ത് പറ്റി എന്നോടൊന്ന് പറയും. ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്നോട് പറയാനാണ് നിങ്ങൾക്ക് സങ്കടം? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എന്നോടൊന്ന് പറഞ്ഞൂടെ, എന്നോടെങ്കിലും പറഞ്ഞൂടെ? പറയില്ല. എനിക്ക് സ്വസ്ഥത തന്നാൽ മതി എന്നാണ് പറയാ. അങ്ങനെ റൂമിലേക്ക് കയറുന്നു, വാതിലടക്കുന്നു. ഫ്രൂയിഡ് പറയുന്നത് എന്താണെന്നറിയോ? മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെ കിടക്കും എന്നാണ്. സങ്കടം വരുമ്പോഴേ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അപ്പൊ മക്കളെ പറഞ്ഞേക്കും, എന്ത് ഉപ്പാനോട് ചോദിച്ചു നോക്കും, ഉപ്പാക്ക് എന്തോ ഒരു വിഷമമുണ്ട് ചോദിച്ചു നോക്കും. മക്കളോട് ചൂടാവും, ആരോട് പറയില്ല. സങ്കടം വരുമ്പോൾ മിണ്ടൂല. എല്ലാരും അങ്ങനെ ആവണമെന്നില്ല, പൊതുവായ രീതിയാണ്. മിണ്ടൂല. സങ്കടം വന്നാൽ ആ സങ്കടത്തെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് അതിനൊരു പരിഹാരം കിട്ടുന്നത് വരെ സ്വന്തം ഗുഹയിലേക്ക് പോകാനാണ് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത്. വർത്താനം പറയുമ്പോൾ ഇഷ്ടപ്പെടും. എന്നാ സ്ത്രീകളോ നേരെ തിരിച്ചു. സങ്കടം വന്നാല്, ഒരു സങ്കടം വന്നാൽ കുറേ സങ്കടങ്ങളെ കണക്ട് ചെയ്യും. ഒരു തലച്ചോറ് അത് അവരങ്ങനെ ചെയ്യുന്നതല്ല, അതങ്ങനെയാണ്. മാത്രമല്ല, സങ്കടങ്ങൾ മുഴുവൻ ആരോടെങ്കിലും പറയുന്നു. ഇത് ആദ്യം ആരോട് പറയും? നമ്മളോട്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയും? അതിന് പരിഹാരം കൊടുക്കും. അവർക്ക് പരിഹാരത്തിനല്ല അത് പറയുന്നത്. പരിഹാരമൊക്കെ അവർക്ക് പിന്നെയാണ്. ഒന്നാമത്തെ ആവശ്യം എന്താണ്? അതിന് ലിസൺ ചെയ്യാനൊരാളാണ്, കേൾക്കാനൊരാളാണ്. അങ്ങനെ ഇവർക്ക് ആരോടെങ്കിലും പറയണം. പറയാന്നുള്ളത് തന്നെ ഇവർക്കൊരു ഹീലിംഗ് ആണ്. പറയാന്നുള്ളത് തന്നെ ഒരു ഹീലിംഗ് ആണ്. ഇവിടെ പെൻഡ്രൈവ് ഒക്കെ പോലെയാണ്. പെൻഡ്രൈവ് ഇങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിനകത്ത് എന്തൊക്കെ ഫയൽ ഉണ്ടാവും? അത് കാണണമെങ്കിൽ എന്ത് വേണം? ഒരു ഡിവൈസ് വേണ്ടേ? ഡിവൈസിൽ കുത്തിയാലല്ലേ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ പറ്റുള്ളൂ. ഇതേപോലെയാണ് ഒരാളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അയാൾക്ക് ആകെ ഒരു വിങ്ങലാണ്. അത് ഏതെങ്കിലും ഡിവൈസിൽ ചെന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് സ്ത്രീയുടെ രീതി. പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താ കൊടുക്കുക? പരിഹാരം. കാരണം നമ്മുടെ രീതി അതാണ്. ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം കിട്ടിയാൽ മതി, അതാരോട് പറയണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്കും അങ്ങനെയാണ്. അവർക്ക് അങ്ങനെയല്ല. ആദ്യം അവർക്ക് എന്ത് വേണം? ലിസൺ ചെയ്യാനൊരാളാണ്. അതെന്തിനാ നമ്മൾ പറഞ്ഞേ? നമ്മൾ എന്തൊരു കാര്യം പറയുന്നില്ല. സാറ് പറഞ്ഞല്ലോ, നമ്മള് ആണെന്ന് പുരുഷന്മാർക്ക് വിഷമമുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രവാസികള് ഒരുപാട് ഫീലിങ്സ്, നാട്ടില് കുടുംബം, നാട്ടുകാരൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന വിഷമവും, അതോടൊപ്പം ഇവിടുത്തെ ജോലിയുടെ സ്ട്രെസ്സും കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചൂടാവുന്ന ഒരു സ്വഭാവം വരും. അതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലിലുള്ളൊരു സ്വഭാവമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്താണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ ആലോചിക്കാം. ഇങ്ങനെ ആലോചിച്ച് 2 മണി 3 മണിയിലേക്ക് ഉറക്കം കിട്ടാതെ ഇങ്ങനൊരു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ജോലിയുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഇവിടെ പ്രവാസിയായി ജീവിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇമോഷൻസ് ഒക്കെ കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പേഴ്സണലി ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം വരാൻ വേണ്ടി എന്തെങ്കിലും അഡ്വൈസ് തരാൻ പറ്റുമോ? സ്ട്രെസ്സിൽ നിന്നും ഈ ചൂടാവലും ഉണ്ട്, ഈ ഉറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ കെട്ടിയോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, രാവിലെ കൂളായിട്ട് ഡ്യൂട്ടിക്ക് പോയതായിരിക്കും, ഉച്ചക്കും കുഴപ്പമൊന്നുണ്ടാവില്ല. വൈകുന്നേരം വന്നിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുമ്പോൾ 2 മക്കളുണ്ട്, അവർ വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് മേത്തേരിക്കുമ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നമ്മളത് ഉണ്ടാക്കുന്നതല്ലല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ചിലത്, ആ ചിലതിന് പുറത്തു വരാന് എന്തെങ്കിലും ഒരു വഴി വേണം. നമ്മുടെ ഉള്ളിലുള്ള സങ്കടമല്ലേ, ആ സങ്കടം പുറത്തു വരുന്നത് സങ്കടമായിട്ടാവില്ല, വേറെ പലതുമായിട്ട്. വാശിയാവാം, മറ്റേ ദേഷ്യമാവാം, ഇതൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഇത് ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ നമുക്കിങ്ങനെ ചിലതിന് റിയലൈസ് ചെയ്യാനും നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിലൊരു ഇന്നർ പീസ് കൊണ്ടുവരാനുള്ള
കുറേ വഴികൾ അന്വേഷിക്കൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലൊരു ഇന്നർ പീസ് കൊണ്ടുവരാനുള്ള, ഒരു സമാധാനം കൊണ്ടുവരാനുള്ള വഴികൾ നമ്മൾ തേടണം. അത് മെഡിറ്റേഷനായിട്ടും തെറാപ്പീസായിട്ടും ഒക്കെ കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുള്ളല്ലോ. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും, നമ്മൾക്ക് മാറാനല്ലേ പറ്റുള്ളൂ, അല്ലേ? ചോദ്യങ്ങൾ എന്നാ അവസാനിപ്പിക്കല്ലേ, സമയം. ഈ സദസ്സിലുള്ള ഒരു കുട്ടി ഗഫൂർ സാഹിബിനോടുള്ള ഇഷ്ടം കൊണ്ട് സാഹിബിന്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. ആ ഫോട്ടോ നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഇസാ മെഹബി ക്ഷണിച്ചുകൊള്ളുന്നു. ഇസയോട് പറയാനുള്ളത് എന്താണെന്നറിയോ? താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ യുവർ ടൈം. ഇത് വരക്കേണ്ട ഓരോ സെക്കൻഡിലും പിന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ ആ സമയത്തിന്. നന്ദി കേട്ടോ. പിന്നെ ഞാൻ അവളോട് മാസ്ക് താഴ്ത്തണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം? അവൾ മാസ്ക് ഇട്ടതിന് അവൾക്കൊരു കാരണമുണ്ടാവും. അവളുടെ ഒരു കംഫർട്ട് അതായിരുന്നു. അപ്പൊ നമ്മൾ ആ മാസ്ക് താഴ്ത്താൻ അവളോട് പറയാതിരിക്കുന്നതിന്റെ പേരാണ് എംപതി. ഒരു കാറിന്റെ പിറകില് എൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നാലെ ചെന്ന് ഓണടിക്കാതിരിക്കുന്നതിന്റെ പേരാണ് എംപതി. കാരണം അയാൾ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല എന്നാണ്. അതാണ് അയാളുടെ കാറിന്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ആ കാറിന്റെ പിറകിൽ പോയിട്ട് ഓണടിക്കരുത്. ആ ഓണടിക്കാതിരിക്കുന്നതിന്റെ പേരാണ് എംപതി. ഓട്ടിസം ഉള്ളൊരു കുട്ടിയുടെ അമ്മയോട് ഈ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാതിരിക്കുന്നതിന്റെ പേരാണ് എംപതി. ഒരാൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ പേരാണ് എംപതി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസിൽ ഒന്നാണ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാഗത്ത് ചിന്തിക്കലല്ല, ഞാൻ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കലാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. റസൂലുള്ളാഹിക്ക് ഒരാള് എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം കൊണ്ടുവന്നെടുത്തത് എന്താണെന്നറിയോ? മുന്തിരിയാ, കുറച്ച് മുന്തിരി. അപ്പൊ റസൂലുള്ള അത് എടുത്തിട്ട് കഴിച്ചു. സാധാരണ അങ്ങനെ എന്ത് കിട്ടിയാലും എന്താ ചെയ്യാന്നറിയോ? കൂടെ ഉള്ളവർക്കൊക്കെ കൊടുക്കും. പക്ഷെ ഈ മുന്തിരി ആർക്കും കൊടുത്തില്ല. ആർക്കും കൊടുക്കാതെ നബി തന്നെ കുറെ കഴിച്ചു. അങ്ങനെ ഇത് കണ്ട് സന്തോഷത്തോടെ അയാൾ പോയി. കൊണ്ടുവന്ന ആളില്ലേ, അയാൾ പോയി കഴിഞ്ഞപ്പോൾ സഹാബിയോട് ചോദിച്ചു, നബി എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് തരാറുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് തന്നില്ലല്ലോ, വല്ലാത്ത കഷ്ടമായി പോയി, ഞങ്ങളൊക്കെ അതിങ്ങനെ കൊതിച്ചിരിക്കുന്നു. അപ്പൊ നബി എന്താ പറഞ്ഞതെന്നറിയോ? എടാ ഇതിന് ഭയങ്കര പുളിയാണ്, ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. ഞാനെങ്ങാനും നിങ്ങൾക്ക് അയാളുടെ മുന്നിൽ നിന്ന് തന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഇത് പുളിയാണ് എന്ന് പറഞ്ഞാല് എടാ അയാൾക്ക് സങ്കടമല്ലേ? അയാൾക്ക് സങ്കടമല്ലടാ, അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടുവന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത്. നിങ്ങൾ എത്രയും വേണ്ടി കഴിച്ചോളൂ. ദിസ് ഈസ് എംപതി. അപ്പൊ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും കൂട്ടായ്മകളുടെ, ദീനീ കൂട്ടായ്മകളുടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഒരു കോർഡിനേഷന്റെ മിനിയേച്ചറാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ധാരാളമായ ആയുസ്സും സമയവും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വ്യത്യസ്ത സംഘങ്ങളോ സംഘടനകളോ ഒക്കെ ആയിരിക്കും. അവരൊക്കെ അവരുടേതായ വഴിയിലൂടെ പ്രവർത്തിക്കുന്നു. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന സഅയക്കും ലശത്ത. ഒരാൾ വേറൊരാളെ പോലെയല്ല, ഓരോരുത്തർക്കും ഓരോ വഴിയാണ് പഠിച്ചവന്റെ അടുത്തേക്ക് എത്താൻ. ചിലര് പ്രസംഗിക്കും, ചിലര് പാട്ട് പാടും, ചിലര് ചിത്രം വരക്കും, ചിലര് സമരം ചെയ്യും, ചിലര് വലിയ വലിയ നിയോഗങ്ങൾ ഏറ്റെടുക്കും, സൊസൈറ്റിക്ക് വേണ്ട വലിയ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യും. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. ഒരാൾ വേറൊരാളെ ജഡ്ജ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്ന സഅയക്കും ലശത്ത. ഓരോരുത്തരുടെയും വഴി ഓരോ വഴിയാണ്. എന്തിനാ സ്ഥലം? ഇന്ന സഅയക്കും ലശത്ത. എല്ലാവരും ഒരുപോലെ ആവില്ല. എന്ത് രസ
ഒരു ഉമ്മാക്ക് 5 കുട്ടികളുണ്ടെങ്കിൽ ഈ 5 കുട്ടികളെയും ഉമ്മാക്ക് ഇഷ്ടമല്ലേ? അല്ലേ? ഈ 5 ആളെയും ഇഷ്ടപ്പെടുന്നത് 5 രൂപത്തിലായിരിക്കും. കാരണം 5 ആൾക്കും 5 ക്വാളിറ്റീസ് ആയിരിക്കും. ഇതേപോലെയാണ് പഠിച്ചവന്റെ കണ്ണിൽ നമ്മള് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റിയാണ്. എല്ലാരും പഠിച്ചവന് ഇഷ്ടമാണ്, അല്ലെ? ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യണ്ട, നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യണ്ട. ഞാൻ എന്റെ വഴിയിലൂടെ, നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ. ഇന്ന സാഴിയൊക്കെയുള്ള ശബ്ദ. അപ്പൊ ഓരോരുത്തർ അവരുടേതായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ചിലരൊക്കെ ക്ഷീണിതരാണ്, രോഗമുള്ളവരാണ്, വൃദ്ധരാണ്. പഠിച്ചവൻ അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.